ഇതിന് വല്ലാത്തൊരു ടേസ്റ്റാ. അതൊക്കെ പറ. ഇതെന്ത് സ്വീറ്റാ? ഒരു പ്രത്യേകതരം പ്രിപ്പറേഷനാ. കഴിച്ചിട്ട് എന്താ പറയുന്നത് ഞാൻ നോക്കണേ. ആ വല്യമ്മ ഇപ്പോഴും ഉണ്ടാ. ഇനി ആർക്കാ വേണ്ടേ? ഇനി ആർക്കാ വേണ്ടേ ചോദിച്ചോളൂ. അതെ എന്താ വേണ്ട, പുക ചോദിക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പുക കുറച്ച് ചേർത്താ മതി. ഉണ്ണി, ആ ബർത്ത്ഡേ സ്പെഷ്യൽ ഉണ്ടല്ലോ അത് അത് എരിശ്ശേരി. അയ്യോ ഞാനല്ല, ഉണ്ണി പറ്റിച്ച പണിയാ. എന്തായാലും നന്നായിരിക്കുന്നു. റിയലി ഡെലീഷ്യസ്. കുറച്ചുകൂടെ തന്നോളൂ. വലിച്ചു വാരി തിന്ന വയറിളവ് ഒളിയാ. പുതിയ ഐറ്റം ലേശം കൂടെ ആവാം. എന്താ ഇതിന്റെ പേര്? ഇത് പിന്നെ ഈ ഉണ്ണിയപ്പം പോലെ ഒരു ഉണ്ണിമധുരം. ഉണ്ണിമധുരം. ഇനി ആർക്കാ ഉണ്ണിമധുരം വേണ്ടത്? വരുന്നു. കഴിച്ചോളൂ. പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാവുന്ന സാധനമാണ്. കഴിച്ചിട്ട് വിശേഷം നീ പറഞ്ഞോളൂ കേട്ടോ. എല്ലാം ചെല്ലും. അത് ഇനി ആർക്കാ വേണ്ടേ? എന്റെ പൊന്നുമോൻകുട്ടൻ എന്താ വേണ്ടേ? ഉണ്ണിമധുരം വേണോ, ഉണ്ണിയപ്പം വേണോ, അതോ പട്ടാളത്തിൽ ചേരണോ? ഓ വേണ്ട. പുഞ്ചിരി ചേച്ചി ദേ ആളെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഞാനൊക്കെ പറഞ്ഞ വാക്കാ. മിലിറ്ററി എന്തിനാ ചേച്ചി എന്നെ വിളിപ്പിച്ചേ? ഓ ചുമ്മാ. അതെ, ഇതെന്താണ് വേറെ ഉറക്കത്തിന് വിളിച്ചു കൊടുത്തിട്ട് കളിയാക്കാതെ ചോറ് വിളമ്പ് ചേച്ചി. ചോറെന്ന് പറഞ്ഞ കാര്യം വിളമ്പാൻ. അല്ല എനിക്കങ്ങ് വയ്യ. അത്യാവശ്യം എന്ന് പറഞ്ഞ എന്നെ പിടിച്ചോടിച്ചോണ്ടോ? നിലത്ത് നിർത്താതെ ചാടിപ്പിച്ചതല്ലേ? അതൊക്കെ ശരിയാ. അപ്പോഴങ്ങനെ തോന്നി. ഇപ്പൊ ഉണ്ണിയെ കണ്ടപ്പോ മിഴുങ്ങാനും വയ്യ, ഛർദിക്കാനും വയ്യാത്ത പരുവായല്ലോ ദൈവം. വിഴുങ്ങണ്ട, ധൈര്യമായിട്ട് ഇങ്ങോട്ട് ഛർദിച്ചോ. എനിക്ക് കളിക്കാതെ കാര്യം പറയാ ചേച്ചി. ഒന്നും അറിയാത്ത പോലെ. സത്യം പറ, ഉണ്ണി കുഞ്ഞ് അറിഞ്ഞില്ല? അറിഞ്ഞു, തേങ്ങാക്കൊല. എന്റെ ഉണ്ണി നീങ്ങി വന്നേ, ഇതൊന്നും ശരിയാവില്ല. ഉരുളി കമത്തിയതും തൊഴുത് പിടിച്ച് പ്രാർത്ഥിച്ചതും ഒന്നും വെറുതെ ആയില്ല. അയ്യോ എനിക്ക് മേലെ പറയണ്ട, ആംഗ്യം കാണിച്ചാ മതി. ഇതിന്റെ ഇടയിൽ മിലിറ്ററിക്കാരൻ എപ്പോഴാ വന്നേ? ചേച്ചിക്കല്ലോ. പിന്നെ ആർക്കാ? ചേട്ടത്തിയമ്മയ്ക്ക്. ദൈവമേ, അയ്യോ പാവം, ഇതിന് തന്നെയാടാ. ഒന്ന് ചുമ്മാ ഇരിക്കടോ എന്റെ ഉണ്ണി കുഞ്ഞേ. ദൈവമേ, ഞാൻ എങ്ങനെ? അമ്മയ്ക്കല്ലേ അങ്ങ് ഇരിക്കപ്പെടുത്തിയില്ലായിരുന്നു, ഇപ്പൊ സമാധാനമല്ലോ. എന്റെ ഉണ്ണി കുഞ്ഞേ, ഈ മനം പുരട്ടലും ഛർദിലും ഒക്കെ ആർക്കാന്നറിയാവോ? ദേവ ചേച്ചിക്കാ. അതേന്ന് ദേവ ചേച്ചിക്ക്. ദേവകി ചേച്ചിക്ക് ആ ഗർഭം അത് വല്ല ഗ്യാസ് ദഹനക്കണോ മറ്റോ ആയിരിക്കും. എന്ത് പറഞ്ഞാലും ഗർഭം. എന്റെ കുഞ്ഞിനാണ് സത്യം. അയ്യോ, അപ്പൊ അത് നേരെവോ? ഒരു വീണ്ടും വിചാരമില്ലാതെ ഈ പ്രായത്തില് ഇനി ഞാൻ ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഇയാൾ ആളുകളുടെ മുഖത്തൊന്നും നോക്കണ്ട. നാണക്കേട്. ഇതിലൊക്കെ എന്താ